മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹി കണ്ണനോട് പറയുന്നുണ്ട്, നമ്മളെ രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ വന്ന മാർക്കോ എന്ന ചെറുപ്പക്കാരനെ എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമല്ലേ കണ്ണേട്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹി. ഇനി ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു കുഞ്ഞുണ്ടാവുമല്ലേ കണ്ണേട്ട എന്നൊക്കെ കണ്ണനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ കണ്ണൻ ഇതിലൊന്നും വലിയ ഒരു വിശ്വാസം വരുന്നില്ല. കണ്ണൻ പറയുന്നുണ്ട്, താൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് സാധിച്ചു തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ സാധിക്കും, കണ്ണേട്ടന് എല്ലാം ശരിയാകും, കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ തന്നെ ഞാൻ പ്രസവിക്കുകയും ചെയ്യുമെന്നൊക്കെ മഹി പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥനെയാണ് കാണിക്കുന്നത്. കാൽ കാശിന് വിലയില്ലാത്ത മഞ്ജുവിനെ ഞാൻ ഇനി എന്തിന് കല്യാണം കഴിക്കണം, അവൾക്ക് ഒരു സ്വത്ത് പോലും കിട്ടില്ല കണ്ണൻ്റെ അടുത്ത് നിന്ന്, പിന്നെ ഞാൻ അവളെ കല്യാണം കഴിച്ചു പോയിട്ട് അവളെ ഞാൻ എങ്ങനെ നോക്കുമെന്നാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് മേഘനാഥൻ. പിന്നീട് മേഘനാഥൻ ഒരു പ്ലാൻ ഇറക്കി കമലേശ്വരത്തോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിനോട് പറയുന്നുണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം കണ്ണൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നടക്കില്ല, നമുക്ക് രണ്ടുപേർക്കും പിരിയാനും സാധിക്കില്ല, അതുകൊണ്ട് ഞാനൊരു പ്ലാൻ ഇറക്കിയിട്ടുണ്ടെന്നൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. നീ ഗർഭിണിയാണെന്ന് കണ്ണനെ അറിയിക്കണം, എന്നാൽ മാത്രമേ ഇനി നമ്മുടെ വിവാഹം നടക്കുകയുള്ളൂ. എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് പേടിച്ച് നിന്നെ എനിക്ക് കണ്ണൻ കല്യാണം കഴിച്ചു തരും. അപ്പോൾ നിനക്ക് തരാനുള്ള സ്വത്തുക്കളെല്ലാം തന്നുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ വിവാഹം ചെയ്തു തരും. അത് മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിൽ ഇനി ഒന്നിക്കാനുള്ള ഒരേ ഒരു കാരണം, അതുകൊണ്ട് നീ അതിനോട് സഹകരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാനോട് മഞ്ജുവിന് തീരെ താല്പര്യമില്ല. വിവാഹത്തിന് ശേഷമല്ലാതെ മേഘേട്ടൻ എൻ്റെ ശരീരത്തിൽ തൊടുക പോലും ഇല്ലെന്ന് മഞ്ജു പറയുന്നുണ്ട്. പക്ഷേ മേഘം പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല മുമ്പോട്ട്, അതുകൊണ്ട് നീ നല്ലപോലെ ഇരുന്ന് ആലോചിക്കണമെന്നൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട്. പക്ഷേ മഞ്ജുവിന് കുറേ സമയത്തേക്ക് എനിക്കിതൊന്നും ആലോചിക്കാതെ ചെയ്യാൻ സാധിക്കില്ല, ഇതൊന്നും വേറെ ആരോടും പറയാൻ പറ്റില്ല, എനിക്കിതൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ മേഘേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ മഞ്ജു മേഘനോട് പറയുന്നുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും മേഘം മഞ്ജുവിനോട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. ഇതിന് സമ്മതിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വിവാഹം നടക്കുകയുള്ളൂ. ഞാൻ തരികിട ആയത് കാരണം ഞാൻ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചെങ്കിലും നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരും, അതുകൊണ്ട് നീ ഇതിന് സമ്മതിച്ചേ പറ്റുള്ളൂ എന്ന് നിർബന്ധിക്കുന്നുണ്ട് മഞ്ജുവിനെ. അപ്പം മഞ്ജു പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇതുടനെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, എനിക്ക് വളരെ നന്നായിട്ട് ആലോചിക്കണം, എന്നാൽ മാത്രമേ എനിക്കിതിനൊരു മറുപടി പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു മേഘനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണനിക്കും മഹിക്കും ഒരു കുഞ്ഞൊരിക്കലും ഉണ്ടാകില്ല, പിന്നെ ഉണ്ടാകുന്നത് ഉണ്ണിക്കും പിന്നെ കരുണയ്ക്കും മാത്രമാണ്. അപ്പോൾ ഈ സ്വത്തിൻ്റെ അവകാശം മുഴുവൻ ആ കുട്ടികൾക്ക് പോകും, അതുകൊണ്ട് നിനക്ക് മാത്രം ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു മാർഗം മാത്രമേ നമ്മളുടെ മുമ്പിലുള്ളൂ, അതുകൊണ്ട് നീ സമ്മതിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ശരിയാണ് മേഘേട്ടൻ പറയുന്നതൊക്കെ ശരിയാണ്, സ്വത്ത് കിട്ടണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് ആലോചിക്കാൻ സമയം തരണമെന്നൊക്കെ മേഘനോട് പറയുന്നുണ്ട്. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.